ഹായ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് വിത്ത് പീറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ എന്ന വിഷ്വലൈസേഷൻ ടൂളിനെ പറ്റിയിട്ടാണ്. മൈക്രോസോഫ്റ്റ് പവർ ബി ഐ is a data analytics tool which helps to make you dashboards and reports based on an organization's business data. ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സൽ, SQL, API, ഓൺലൈൻ സർവീസസ് എക്സെട്ര ഇങ്ങനെയുള്ള ഡേറ്റാസ് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പവർ ബി ഐ ഒരു പവർഫുൾ ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ ടൂളാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ. മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈസിയായി മൈക്രോസോഫ്റ്റ് പവർ ബി ഐ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റോൾ. വൺസ് ഇൻസ്റ്റോൾഡ്, മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാം. പവർ ബി ഐ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ന്യൂ റിപ്പോർട്ടിനെ സെലക്ട് ചെയ്യാം. ഗെറ്റ് ഡേറ്റ, ചൂസ് എക്സൽ വർക്ക് ബുക്ക്. ലെറ്റ്സ് സെലക്ട് ഓൺലൈൻ സെയിൽസ്. ഓൺലൈൻ സെയിൽസ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു എക്സൽ വർക്ക് ബുക്കാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നത്. ക്ലിക്ക് ഓൺ ഓപ്പൺ. ഇറ്റ്സ് ഗെറ്റിംഗ് കണക്റ്റഡ്. നമ്മുടെ എക്സൽ വർക്ക് ബുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നേവിഗേറ്ററിൽ എക്സൽ വർക്ക് ബുക്കിലെ അവൈലബിൾ ആയിട്ടുള്ള ഷീറ്റ് എല്ലാം നമ്മൾ ലോഡ് ചെയ്യണം. ഡേറ്റയും റിട്ടേൺ ഡേറ്റ എന്ന് പറയുന്ന ഷീറ്റും നമ്മളിവിടെ ലോഡ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് ഷീറ്റും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ലോഡ് ചെയ്യാം. ലോഡ് ആൻഡ് ട്രാൻസ്ഫോം ഡേറ്റ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ട്രാൻസ്ഫോം ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ ക്ലീനിങ് പ്രോസസ്സിനാണ് ട്രാൻസ്ഫോം ഡേറ്റ യൂസ് ചെയ്യുക. പ്രസൻ്റ്ലി നമുക്ക് ക്ലീനിങ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ഡേറ്റ ആവശ്യമായി വരുന്നില്ല. ബട്ട് ഫ്യൂച്ചറിൽ നമ്മളിത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് ചെയ്യും. പ്രസൻ്റ്ലി നമുക്കതൊന്ന് ലോഡ് ചെയ്യാം. ക്ലിക്ക് ഓൺ ലോഡ്. നമ്മുടെ ഡേറ്റ സെറ്റ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗിവിംഗ് എ ബാക്ക്ഗ്രൗണ്ട് കളർ ടു ദ ക്യാൻവാസ്. ദിസ് ഇസ് ദ റിപ്പോർട്ട് വ്യൂ. റിപ്പോർട്ട് വ്യൂവിൽ വിഷ്വലൈസേഷൻസ് എടുക്കുക. ഇതിൽ ഫോർമാറ്റ് വിഷ്വൽ അല്ലെങ്കിൽ ഫോർമാറ്റ് യുവർ റിപ്പോർട്ട് പേജ് സെലക്ട് ചെയ്യുക. ഗോ ടു ക്യാൻവാസ് ബാക്ക്ഗ്രൗണ്ട്. ദെൻ ചൂസ് എ കളർ. സോ കളർ ഇവിടെ ബ്ലാക്ക് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ചൂസ് ചെയ്യുമ്പോൾ പ്രസന്റ്ലി കളർ ഒന്നും കാണുന്നില്ല, ബിക്കോസ് ട്രാൻസ്പെറൻസി 100% ആണ്. സോ യു ക്യാൻ സി ട്രാൻസ്പെറൻസി ഞാൻ റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ ക്യാൻവാസിന്റെ കളറും ചേഞ്ച് ചെയ്ത് വരുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്യാൻവാസിന് ഇവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും. എനിവേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കളർ ചൂസ് ചെയ്യേണ്ട ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തീംസ് എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ സി വ്യൂ ടാബിൽ തീംസ് അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീം ചൂസ് ചെയ്യാം. ഐ എം ഗോയിങ് ഫോർ എ ഡാർക്ക് തീം. സോ ഇവിടെ പ്രസന്റ്ലി ഡാർക്ക് തീം നമുക്ക് ഇവിടെ വാൾപേപ്പർ ക്യാൻവാസിന്റെ പുറമെ വാൾപേപ്പർ എന്ന് പറയുന്ന സെക്ഷനിൽ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. സ്റ്റിൽ നമ്മുടെ ക്യാൻവാസ് ഇവിടെ മറ്റൊരു കളറിലാണ് വന്നിരിക്കുന്നത്. അതിന് കാരണം പ്രീവിയസ്ലി നമ്മൾ വിഷ്വലൈസേഷനിൽ ഫോർമാറ്റ് പേജിൽ ക്യാൻവാസിന്റെ ബാക്ക്ഗ്രൗണ്ട് മറ്റൊരു കളർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. സെലക്ട് ഡാർക്ക് തീം and adjust the transparency. See, transparency ചേഞ്ച് അനുസരിച്ചിട്ട് നമ്മുടെ ക്യാൻവാസിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എനിവേ, ഫൈൻ. ഐ തിങ്ക് ദിസ് ഇസ് ഓക്കെ. നൗ വി ക്യാൻ ഗോ ടു വിഷ്വലൈസേഷൻസ്. ആദ്യമായിട്ട് നമുക്കൊരു കാർഡ് വിഷ്വൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. വിഷ്വലൈസേഷൻസ് പാനൽ യു ക്യാൻ സി, ഇതാണ് കാർഡ് വിഷ്വൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. സോ നമ്മുടെ കാർഡ് വിഷ്വൽ ഇവിടെ നമ്മുടെ ക്യാൻവാസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടേക്ക് ക്യാൻവാസിൽ നമ്മുടെ കാർഡ് വിഷ്വലിലേക്ക് ആഡ് ചെയ്യേണ്ട ഡേറ്റ നമുക്കൊന്ന് ഡ്രാഗ് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഫീൽഡാണ് ഇത് ഇവിടെ വിഷ്വലൈസേഷൻ പാനിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ സം ഓഫ് ക്വാണ്ടിറ്റി കാണാൻ പറ്റും. അതായത് ഈ ഒരു ഓൺലൈൻ സെയിൽസ് പ്ലാറ്റ്ഫോമിൽ ടോട്ടലായിട്ട് 5243 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് സെയിൽ നടന്നിട്ടുണ്ട്. ഈ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. വിഷ്വലൈസേഷൻ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്യാം. ഇതിന്റെ വ്യൂ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. പേജ് വ്യൂ, സോ യു ക്യാൻ ഗോ ടു ഫിറ്റ് ടു വിഡ്ത്ത്, ആക്ച്വൽ സൈസ് എക്സെട്ര. എനിവേ, ഇവിടെ ഞാൻ ഫിറ്റ് ടു പേജിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഈ വിഷ്വലൈസേഷൻ എങ്ങനെ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ നോക്കാം. Visualization panel, go to format your visual. Okay,
ഇവിടെ കാറ്റഗറി ലേബൽ നമുക്കൊന്ന് ഇനാക്റ്റീവ് ആക്കാം. ഓക്കെ, കോൾ ഔട്ട് വാല്യൂ പ്രസന്റ്ലി അതിന്റെ 5243 എന്ന് പറയുന്ന വിഷ്വൽ അല്ലെങ്കിൽ ആ ഒരു ഫോണ്ടിന്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. സേ ലൈക്ക് നമുക്ക് കുറച്ച് ബോൾഡ് ആക്കണമെങ്കിൽ അത് ബോൾഡ് ആക്കാം. സോ ഇവിടെ നമുക്ക് അതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. എനിവേ പ്രസന്റ്ലി ഇറ്റ്സ് ഫൈൻ. ആൻഡ് ഡിസ്പ്ലേ യൂണിറ്റ്സ് നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ മില്യൺസിലേക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി 0 മില്യൺ എന്ന് കാണിക്കും. 5000 സംതിങ് റേഞ്ച് ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്കത് മില്യൺസിൽ ചെയ്തിട്ട് കാര്യമില്ല. ലെറ്റ്സ് ഗോ ടു 1000 കാണിക്കുമ്പോൾ 5K എന്ന് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് അത് കാണിക്കും, 5K എന്ന രീതിയിൽ. ബട്ട് നമുക്ക് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് കാണണമെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ ഓട്ടോ. സോ ദ എക്സാക്ട് വാല്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ 5243 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഇവിടെ സെയിൽ ആയിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ കോൾ ഔട്ട് വാല്യൂ. ഗോ ടു ജനറൽ. ജനറൽ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് ടൈറ്റിൽ ഓൺ ചെയ്യുക. ഗോ ടു ടൈറ്റിൽ. ഇവിടെ ടെക്സ്റ്റ് ചെയ്യാം. ടോട്ടൽ number of units sold. Total number of units sold. Okay, ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു തീമിലേക്ക്, ഫോണ്ടിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇറ്റ്സ് ഹെഡിങ് 3. ഓക്കെ, ഹെഡിങ് 3 is fine. ഏരിയൽ ഫോണ്ട് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡിഫോൾട്ട് ആയിട്ട്. ഏരിയൽ ബ്ലാക്ക് is fine. Yeah, we can change the text color if required. See, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഒരു വിസിബിൾ ആയ കളർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. എനിവേ പ്രസന്റ്ലി നമുക്ക് വൈറ്റ് തന്നെ ചൂസ് ചെയ്യാം. വൈറ്റ് ഇസ് ഫൈൻ. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ സെൻട്രൽ അലൈൻമെന്റ്. ഓക്കെ, ഫൈൻ. ആൻഡ് ദർ ആർ അതർ ഓപ്ഷൻസ്. ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം ഇഫ് റിക്വയർഡ്. സോ ഐ എം ഗോയിങ് ടു സെലക്ട് സേ ദിസ് കളർ. ഹോപ്പ് ഇറ്റ്സ് ഫൈൻ. സോ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് ഇസ് 5243. ഗുഡ്. ആൻഡ് നമുക്ക് ഇവിടെ മറ്റു ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ടൈറ്റിൽ, എഫക്ട്സിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സി ഇഫ് ഐ എം ഗോയിങ് ടു സെലക്ട് സേ ദിസ് കളർ, സി ദ ബാക്ക്ഗ്രൗണ്ട് വേർ ദ വിഷ്വൽ ഓർ ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സിന്റെ വാല്യൂ കാണിക്കുന്ന സെക്ഷനിലെ കളർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സേ ലെറ്റ് മീ സെലക്ട് സം മോർ ലൈറ്റ് കളർ, somewhat light color, yeah. Oh, otherwise the original color is fine. Black. Okay, so this is good, and we can make its transparency നമുക്ക് കുറച്ച് ഡിക്രീസ് ചെയ്യാം. ഫൈൻ. ആൻഡ് വിഷ്വൽ ബോർഡേഴ്സ് നമുക്കൊന്ന് ഓൺ ചെയ്യാം. വിഷ്വൽ ബോർഡേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വിഷ്വലിന്റെ കോർണേഴ്സ് കുറച്ചുകൂടെ റൗണ്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. സി, നമ്മുടെ വിഷ്വൽ ഇപ്പോൾ അതിന്റെ കോർണേഴ്സ് എല്ലാം റൗണ്ടഡ് ആണ്. ഫൈൻ. സോ നമ്മൾ ആദ്യത്തെ വിഷ്വൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എ കാർഡ് വിഷ്വൽ. ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. എനിവേ ഐ എം ജസ്റ്റ് കീപ്പിംഗ് ഇറ്റ് ഹിയർ. ഇനി നമുക്ക് ഒരു കാർഡ് വിഷ്വൽ കൂടെ ക്രിയേറ്റ് ചെയ്യാം. സോ പുതിയ കാർഡ് വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പഴയ വിഷ്വൽ നമ്മൾ അൺസെലക്ട് ചെയ്യണം. ഇനി നമുക്ക് വീണ്ടും കാർഡ് വിഷ്വൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ഓൺ കാർഡ്. ഓക്കെ, ദ കാർഡ് വിഷ്വൽ ഇസ് റെഡി. ഇതിലേക്ക് നമ്മൾ കൺട്രീസ് ആണ് ഫീൽഡ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. ഫീൽഡ്സിലേക്ക് കൺട്രി കോളം അല്ലെങ്കിൽ കൺട്രി ഫീച്ചർ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് കൺട്രി എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിനെ കൗണ്ട് ചെയ്യാം. കൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എടുക്കാം. അതായത് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എത്ര നമ്പർ ഓഫ് കൺട്രീസിലാണ് ഇവിടെ ഈ ഓൺലൈൻ സെയിൽസ് നടന്നിരിക്കുന്നത് എന്നാണ്. സോ ഇറ്റ്സ് ഷോയിങ് ആസ് 49. ഫൈൻ. അപ്പൊ ഈ ഒരു വിഷ്വൽ നമുക്കറിയാം ഇനീഷ്യലി കാർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള രീതിയിലാണ് അതിന്റെ പ്രോപ്പർട്ടീസ്, കളർ, ഫോണ്ട് എല്ലാം വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാർഡ് വിഷ്വലിന്റെ അതേ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതേ കളർ, ഫോണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് എന്തായിരിക്കണം, ഐഡന്റിക്കൽ ആയിരിക്കണം. സോ വീണ്ടും കാർഡ് വിഷ്വലിൽ ഓരോ കാർഡ് വിഷ്വൽ എടുത്ത് അതിന്റെ ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. സോ അതിന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇനീഷ്യൽ വിഷ്വൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗോ ടു ഹോം ടാബ്, ക്ലിക്ക് ഓൺ ഫോർമാറ്റ് പെയിന്റർ. എന്നിട്ട് നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത വിഷ്വലിലേക്ക് ഈ ഫോർമാറ്റ് പെയിന്റർ സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പുതിയ വിഷ്വലും പ്രീവിയസ് വിഷ്വലിന്റെ അതേ ഫീച്ചേഴ്സിലേക്കും ഫോണ്ടിലേക്കും സൈസിലേക്കും കളറിലേക്കും ബാക്ക്ഗ്രൗണ്ട് കളറിലേക്കും എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഹെഡിങ്സ് ഇല്ല, കാരണം നമുക്ക് ഹെഡിങ്സ് എന്ത് ചെയ്ത് കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ് വിഷ്വൽ, ഗോ ടു ഫോർമാറ്റ്, ജനറൽ,
ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ടൈറ്റിൽ ആഡ് ചെയ്യാം. നമ്പർ ഓഫ് countries, number of countries. Okay, fine. So number of countries എന്നുള്ള ഒരു ടൈറ്റിലും കൂടെ ഇവിടേക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു സ്ലൈസർ ഇവിടെ വിഷ്വലായിട്ട് യൂസ് ചെയ്യാം. ഞാൻ എല്ലാ വിഷ്വൽസും അൺസെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ലൈസർ എന്ന് പറയുന്ന വിഷ്വൽ സെലക്ട് ചെയ്തു. ഇതിലേക്ക് നമുക്ക് ഡേറ്റ് എന്ന് പറയുന്ന ഒരു കോളം ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഫോർ ദാറ്റ് ലെറ്റ് സെലക്ട് ഡേറ്റ് ഓഫ് പർച്ചേസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡേറ്റ എന്ന് പറയുന്ന ഷീറ്റിൽ ഡേറ്റ പാനൽ കാറ്റഗറിക്കൽ വാല്യൂസ് എല്ലാം നോർമലി കാറ്റഗറി, സിറ്റി എന്ന് പറയുന്നതെല്ലാം സിമ്പിൾസ് ഉണ്ടായിരിക്കില്ല. ബട്ട് ന്യൂമറിക്കൽ വാല്യൂസിനെല്ലാം സമ്മേഷന്റെ സിമ്പിൾ ഉണ്ടാവും. അതേപോലെ ഡേറ്റ് വരുന്ന ഫീച്ചേഴ്സിന് അല്ലെങ്കിൽ കോളംസിന് കാലണ്ടർ സിമ്പിൾ ഉണ്ടാവും. ഫൈൻ. ഇനി ഡേറ്റ് ഓഫ് പർച്ചേസ് നമുക്ക് ഈ വിഷ്വലിന്റെ ഫീഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു സ്ലൈഡർ എന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഈ വിഷ്വൽ ഒന്ന് ഞാൻ എല്ലാം ചെയ്യാം. സോ ഇവിടെ ഈ സ്ലൈഡർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് കണ്ടോ, നമ്മുടെ യൂണിറ്റ് സോൾഡും നമ്പർ ഓഫ് കൺട്രീസും ചേഞ്ച് ചെയ്യും. അതായത് ഇപ്പൊ പ്രസന്റ്ലി നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഡേറ്റ ഞാനൊന്ന് ഫോക്കസ് ചെയ്യാം. ഈ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ഓൺ ഫോക്കസ് മോഡ്. ഇവിടെ ഫോക്കസ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഫോക്കസ് മോഡിലാണ് നമ്മൾ ഇവിടെ ഫിൽറ്റേഴ്സ് ചേഞ്ച് ചെയ്തത്. സോ നമ്മുടെ സ്ലൈഡർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് യു ക്യാൻ സി ഇവിടെ ഇയേഴ്സിലെ മന്ത്സ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, 2022, 2023 ഒക്ടോബർ തൊട്ട് നമുക്ക് ഇവിടെ ഡേറ്റ അവൈലബിൾ ആണ്. എനിവേ, ബാക്ക് ടു റിപ്പോർട്ട്. സോ യു ക്യാൻ സി പ്രസന്റ്ലി ഇപ്പം 10th ഒക്ടോബർ മുതൽ 12th ഡിസംബർ 2022 വരെയുള്ള ഡേറ്റ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് വീണ്ടും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി അതിനനുസരിച്ച് നമ്മുടെ മറ്റു വിഷ്വൽസിലെ ഡേറ്റയും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. സോ ഇതൊരു സ്ലൈഡർ ആണ് ഇൻ ദ സ്ലൈസർ. ഇവിടെ ഡേറ്റ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ്. ഈ ഒരു വിഷ്വലിന്റെയും ഫോണ്ടും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഫോർമാറ്റ് പെയിന്റർ വെച്ചിട്ട് സിമിലർ ആക്കാം. ഓക്കെ, ഫൈൻ. സോ ഇവിടെ ഈ ഒരു വിഷ്വൽ നമുക്ക് മറ്റൊരു രീതിയിലേക്കും ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റ് ഓഫ് പർച്ചേസ് ഡേറ്റ് ഹൈറാർക്കി ആണെന്ന് ഉറപ്പുവരുത്തുക. ക്ലിക്ക് ഓൺ ഡേറ്റ് ഹൈറാർക്കി. സോ ഇവിടെ പല സെക്ഷൻസ് ആയിട്ട് ഈ ക്വാർട്ടർ, മന്ത്, ഡേ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇതേ വിഷ്വൽ തന്നെ ഫോർമാറ്റ് വിഷ്വൽ സെലക്ട് ചെയ്യുക. ഗോ ടു സ്ലൈസർ സെറ്റിംഗ്സ്. ഇവിടെ നമുക്കറിയാം വന്നിരിക്കുന്ന വെർട്ടിക്കൽ ലിസ്റ്റ് ആണ്. ലെറ്റ് സെലക്ട് ഡ്രോപ്പ് ഡൗൺ. ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സി ഇൻ ദ ഫോക്കസ് മോഡ് യു ക്യാൻ സി ഓൾ ദ ഡേറ്റ്സ് 2022, 2023 ആൻഡ് കുറച്ചുകൂടി നമുക്കത് ഡ്രിൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ 2022 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ക്വാർട്ടേഴ്സ് ആയിട്ട് അവൈലബിൾ ആണ്. സോ ഈ ഒരു ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ വിഷ്വലിന്റെ ഫോർമാറ്റ് വിഷ്വലില്, ബിൽഡ് വിഷ്വലില് ഈ ഒരു ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അൺടിക്ക് ചെയ്താൽ മതി. സേ ഞാനിപ്പോൾ ക്വാർട്ടർ എന്ന് പറയുന്ന സെക്ഷൻ അൺടിക്ക് ചെയ്യുകയാണ്. സോ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വലിൽ ഇപ്പം ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ റിമൂവ് ആയി. സോ ഡയറക്ട്ലി ഇറ്റ് വിൽ ഗോ ടു മന്ത്സ് ആഫ്റ്റർ ഇയർ. ദെൻ ഈവൻ ഓരോ മന്തിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഡേറ്റ്സ് കാണാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ലൈസർ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഫൈൻ, ബാക്ക് ടു റിപ്പോർട്ട്. സോ ഈ ഒരു വിഷ്വലിൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടില്ല. ടൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം. ഗോ ടു ഫോർമാറ്റ് യുവർ വിഷ്വൽ, സെലക്ട് ജനറൽ, ടൈറ്റിൽ. വി ക്യാൻ സേ ഇയർ. ഓക്കെ, ഇയർ ഇസ് ഫൈൻ. കണ്ടോ, ഇയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ലൈസറിൽ ഇയർ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങോടെ ഈ ഒരു വിഷ്വൽ അവൈലബിൾ ആണ്. സോ ഇതിന്റെ സൈസും കാര്യങ്ങളും നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാം. Say this is fine. Okay, good. Okay, so ഇവിടെ കുറച്ച് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. എല്ലാം വളരെ ഈസിയാണ്. നമുക്കൊരു വിഷ്വൽ ഇവിടെ വിഷ്വൽ പാനൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്വയർഡ് ഫീൽഡ്സ് നമുക്ക് എന്ത് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് ഡേറ്റ സെറ്റിൽ നിന്ന് അതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇറ്റ്സ് വെരി ഈസി, റൈറ്റ്? ഓക്കെ, ബട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ കോളത്തിൽ ഇനിയും കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമാണ്.
ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ യൂണിറ്റ് കോസ്റ്റ്, യൂണിറ്റ് പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ലഭിച്ചിട്ടുണ്ട്. ബട്ട് വി നീഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ സെയിൽസ്, പ്രോഫിറ്റ്, എക്സെട്ര. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഇനി പുതിയ കോളം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുവരെ ചെയ്ത വർക്ക് ഒന്ന് സേവ് ചെയ്യാം. ക്ലിക്ക് ഓൺ ദ സേവ് ബട്ടൺ, then choose a desired location, save your file. Okay, presently എൻ്റെ ഫയൽ ഓൾറെഡി സേവ്ഡ് ആണ്. ഇനി പുതിയ കോളം ക്രിയേറ്റ് ചെയ്യാം. ഗോ ടു ടേബിൾ വ്യൂ, ക്ലിക്ക് ഓൺ ന്യൂ കോളം. ന്യൂ കോളത്തിൽ ഫോർമുല ബാറിൽ കോളത്തിന് പേര് നമുക്കിവിടെ അസൈൻ ചെയ്യാം. ടോട്ടൽ സെയിൽസ്, ഇതാണ് കോളത്തിന്റെ പേര്. ഈക്വൽ ടു, ഇനിയാണ് കോളത്തിൽ നമ്മൾ വാല്യൂസ് ഫോർമുല ത്രൂ കണ്ടുപിടിക്കുന്നത്. ഫോർ ദാറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ഡേറ്റ സെറ്റിന്റെ പേരൊന്ന് ചൂസ് ചെയ്യാം. പ്രസന്റ്ലി ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് റിട്ടേൺ ഡേറ്റ സെറ്റിലാണ്. നമുക്ക് വേണ്ടത് റിട്ടേൺ ഡേറ്റ സെറ്റ് അല്ല, ഡേറ്റ സെറ്റ് ആണ്. സോ പ്രസന്റ്ലി ഇപ്പൊ ഇവിടെ ഈ കോളം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടില്ല. സോ ലെറ്റ്സ് ക്ലോസ് ഇറ്റ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ആവും. എനിവേ വി വാണ്ട് ടു ക്രിയേറ്റ് ദ ന്യൂ കോളം ഇൻ ഡേറ്റ ഷീറ്റ്. ക്ലിക്ക് ഓൺ ഡേറ്റ ഷീറ്റ്, then click on new column. Fine, perfect. സോ പുതിയ കോളം ഇതാ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ ഇവിടെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാം, വിച്ച് ഇസ് ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു. സോ നമ്മുടെ ഷീറ്റിന്റെ പേര് ഡേറ്റ എന്നാണ്. ലെറ്റ്സ് ടൈപ്പ് ഡേറ്റ. സോ ഡേറ്റ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡേറ്റ എന്ന് പറയുന്ന ഷീറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോളംസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണമെങ്കിൽ മുമ്പ് എക്സലിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്ത പോലെ യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ ലെറ്റ്സ് ചൂസ് ക്വാണ്ടിറ്റി ഫസ്റ്റ്. ഡേറ്റ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻടു, ദെൻ വീണ്ടും ഡേറ്റ. സോ ഇവിടെയുള്ള ഫോർമുല എക്സൽ പോലെ സിമിലർ ആണ്. നമ്മൾ ഡാക്സ് കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ, ഈ ഒരു കോളം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേറ്റ അനാലിസിസ് എക്സ്പ്രഷൻസ് ഇൻ പൈത്തൺ, ഇൻ പവർ ബി ഐ. സോ ഇവിടെ നമുക്ക് യൂണിറ്റ് കോസ്റ്റ് സെലക്ട് ചെയ്യാം. ക്വാണ്ടിറ്റി എടുത്തു, ഇനി യൂണിറ്റ് കോസ്റ്റ് സെലക്ട് ചെയ്യുക. ഫൈൻ. സി ഇവിടെ ഫോർമുല കംപ്ലീറ്റ് ആണ്. ഡാക്സ് കോൺസെപ്റ്റ് ഇൻ പവർ ബി ഐ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിക്ക് ഓൺ എൻ്റർ. സോ വൺസ് എൻ്റർ ഇസ് ക്ലിക്ക്, നമുക്ക് ഇവിടെ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും, ടോട്ടൽ സെയിൽസ്. കണ്ടോ? ഈ ടോട്ടൽ സെയിൽസ് കോളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദിസ് ഇസ് ക്രിയേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ക്വാണ്ടിറ്റി ഇൻടു യൂണിറ്റ് പ്രൈസ്. ക്വാണ്ടിറ്റി ഇൻടു യൂണിറ്റ് പ്രൈസ്. ഓക്കെ. സോ ഇവിടെ ചെയ്തിരിക്കുന്ന ഫോർമുലയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ നോക്കൂ. ശരിയാണ്, ഇവിടെ വന്നിരിക്കുന്ന യൂണിറ്റ് കോസ്റ്റ് ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? യൂണിറ്റ് പ്രൈസ് ആണ്, അതായത് സെല്ലിംഗ് പ്രൈസ് ആണ് വേണ്ടത്. സോ ഇവിടെ നമുക്ക് സെയിൽസ് കിട്ടണമെങ്കിൽ കോസ്റ്റിനേക്കാൾ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് എന്താണ്? സെയിൽസ് പ്രൈസ് ആണ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല ഒന്ന് എഡിറ്റ് ചെയ്യാം. സോ നമ്മൾ ഈ കോളം എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ നമുക്ക് ഫോർമുല ഒന്ന് എഡിറ്റ് ചെയ്യാം. സി ഫോർമുല എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഈസിനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ ജസ്റ്റ് ഡിലീറ്റ് ദിസ് കോളം, ചൂസ് യൂണിറ്റ് പ്രൈസ്. ഫൈൻ, യൂണിറ്റ് പ്രൈസ് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഓൺ എൻ്റർ അഗെയിൻ. കണ്ടോ? കോളം അപ്ഡേറ്റ് ആയി. ടോട്ടൽ സെയിൽസ്, ദ റിയൽ ടോട്ടൽ സെയിൽസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഫോർമുല വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക. യെസ്, നൗ വി ഗോട്ട് ദ എക്സാക്ട് ടോട്ടൽ സെയിൽസ്. സോ ഇതേപോലെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കൂടി ഒന്ന് കണ്ടുപിടിക്കാം. യൂണിറ്റ് കോസ്റ്റ് എന്നുള്ള കോളം അവൈലബിൾ ആണ്. ആൻഡ് ക്വാണ്ടിറ്റീസ്, എത്രത്തോളം ക്വാണ്ടിറ്റി സെയിൽ ആയി എന്നുള്ളതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു പുതിയ കോളം കൂടെ ക്രിയേറ്റ് ചെയ്യാം. ക്ലിക്ക് ഓൺ ന്യൂ കോളം. സി പുതിയ കോളം ക്രിയേറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഡാക്സ് കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ കോളത്തിന്റെ പേര് ടോട്ടൽ കോസ്റ്റ് എന്ന് ക്രിയേറ്റ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ്. ഫൈൻ. ഈക്വൽ ടു, സി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ ഷീറ്റ് ആണ്. ഡേറ്റ പെയിനിൽ ഡേറ്റ ഷീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡേറ്റ എന്ന് വേണം ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡേറ്റ ഷീറ്റിലെ ഡേറ്റ ഷീറ്റും അതിൻ്റെ ഒപ്പമുള്ള കോളംസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി തന്നെയാണ്.
choose quantity into unit cost. So data sheet unit cost നെ നമുക്ക് select ചെയ്യാം. Fine, unit cost. Then click on enter. See, total cost എന്ന പുതിയ കോളവും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ചെയ്യുന്ന ചേഞ്ചസ് ഞാൻ പറഞ്ഞു ഡാക്സ് കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പവർ ബി ഐയിൽ ഡാക്സ് കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡാക്സ് കോൺസെപ്റ്റ് ഒരുപാടധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വലിയൊരു ടോപ്പിക്കാണ് ഡാക്സ് കോൺസെപ്റ്റ്. ബട്ട് നമ്മളിവിടെ ചെറുതായിട്ട് അതിനെപ്പറ്റി ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഇവിടെ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ചേഞ്ചസ് പുതിയ കോളംസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന ലോഡ് ഡേറ്റ അല്ലെങ്കിൽ ഒറിജിനൽ ഡേറ്റ സെറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. ഒറിജിനൽ ഡേറ്റ അവിടെ തന്നെ എങ്ങനെയാണോ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്, ഈ പവർ ബിയിലേക്ക് ലോഡ് ചെയ്തതിന് മുമ്പ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ റീറ്റെയിൻഡ് ആയിരിക്കും. ഇവിടെ ഈ കോളംസ് നമ്മുടെ പവർ ബിയിൽ ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പവർ ബിയിലെ മെമ്മറിയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചേഞ്ചസ് അപ്ഡേറ്റഡ് ആവുന്നത്. ഒറിജിനൽ ഡേറ്റ സെറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. ഫൈൻ. സോ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ സെയിൽസ് എന്ന പുതിയ കോളംസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ റിപ്പോർട്ട് വ്യൂയിലേക്ക് വീണ്ടും വരാം. ഇനി റിപ്പോർട്ട് വ്യൂവിൽ പുതിയൊരു വിഷ്വൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം യൂസിങ് ദ ന്യൂലി ക്രിയേറ്റഡ് കോളംസ്. സോ ആദ്യമായിട്ട് നമുക്ക് സ്റ്റാക്ഡ് കോളം ചാർട്ട് വിഷ്വൽ യൂസ് ചെയ്യാം. ഈ ഒരു വിഷ്വലിൽ എക്സ് ആക്സിസ് ആയിട്ട് ഡേറ്റ് ഓഫ് പർച്ചേസ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. സി അത് ഡേറ്റ് ഹൈറാർക്കി ഫോർമാറ്റിൽ തന്നെയാണ്. ഫൈൻ. ഇനി ടോട്ടൽ സെയിൽസ് വൈ ആക്സിസിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. സോ ഈ ഒരു വിഷ്വൽ നമുക്കൊന്ന് ഫോക്കസ് മോഡിലേക്ക് കൊണ്ടുവരാം. ബിഫോർ ദാറ്റ് നമുക്കത് പ്രീവിയസ് വിഷ്വൽസിന്റെ അതേ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാം. ക്ലിക്ക് ഓൺ എനി ഓഫ് ദ പ്രീവിയസ് വിഷ്വൽ, ഫോർമാറ്റ് പെയിന്റർ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ഓൺ ദ ന്യൂ വിഷ്വൽ. ഓക്കെ, ഫൈൻ. ഇനി ഇതൊന്ന് ഫോക്കസ് മോഡിലേക്ക് ചെന്നിട്ട് നമ്മുടെ വിഷ്വൽ ഒന്ന് കൂടുതൽ മോഡിഫൈ ചെയ്യാം. നമുക്ക് വിഷ്വൽ പാനൽ ഫോർമാറ്റ് വിഷ്വൽ എടുക്കുക. വിഷ്വൽസിൽ ആദ്യമായിട്ട് നമുക്ക് ഡേറ്റ ലേബിൾസ് ഓൺ ചെയ്യാം. സി ഡേറ്റ ലേബിൾസ് ഓൺ ചെയ്യുമ്പോൾ എത്രയാണ് ടോട്ടൽ സെയിൽസ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇൻ തൗസൻഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. Then let's see general. Okay, general effects യൂസ് ചെയ്യാം. സോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കളറാണ്. ഫോർമാറ്റ് പെയിന്റർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ കളർ വന്നിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ടൈറ്റിൽ ഇസ് ഫൈൻ. പ്രോപ്പർട്ടീസ് എവറിത്തിങ് ഇസ് ഫൈൻ. ഹൈറ്റ് ആൻഡ് വിഡ്ത് നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അഗൈൻ വിഷ്വൽ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ കോളംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കോളംസിന്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയ ഒരു ഡാർക്ക് ആയ കളർ നമുക്ക് ചൂസ് ചെയ്യാം. സേ റെഡ്. ഐ തിങ്ക് റെഡ് ഇസ് ഫൈൻ. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ 2022 ആൻഡ് 2023 ആണ്. ഓൺലി ഇയർ ബേസിസിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മന്ത്ലി ബേസിസിലേക്ക് ഒന്ന് ചെന്നാലോ? ഫോർ ദാറ്റ് നമുക്കൊന്ന് ഡ്രിൽ ഡൗൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു വിഷ്വലിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് കാണാൻ സാധിക്കും. ഈവൻ ബാക്ക് ടു റിപ്പോർട്ട് കൊടുത്താൽ പോലും നമുക്ക് ഈ ഒരു ഡ്രിൽ അപ്പ് ആൻഡ് ഡ്രിൽ ഡൗൺ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ഫോക്കസ് മോഡ്, ക്ലിക്ക് ഓൺ ഡ്രിൽ ഡൗൺ. ഓക്കെ, എന്നിട്ട് നിയർ ബൈ ആയിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗോ ടു നെക്സ്റ്റ് ലെവൽ ഇൻ ദ ഹൈറാർക്കി. സി ഇപ്പോൾ എന്ത് സംഭവിച്ചു? ക്വാർട്ടേഴ്സിൽ ക്വാർട്ടർ 1, ക്വാർട്ടർ 2 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടി? ഡേറ്റ കിട്ടി. നമുക്കറിയാം ഒരു ഇയറിൽ 4 ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും. വീണ്ടും ഡ്രിൽ ഡൗൺ ചെയ്യാം. സി നമുക്ക് എന്ത് കിട്ടി? ജാനുവരി, ഫെബ്രുവരി, അങ്ങനെ ഓരോ മന്ത്ലി വൈസ് ആയിട്ടുള്ള ടോട്ടൽ സെയിൽസ് റിപ്പോർട്ട് കിട്ടി. സോ ഇവിടെ നിങ്ങൾക്ക് വരുന്ന കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഏത് ഇയറിലെ ഏത് മന്തിലെ സെയിൽസ് റിപ്പോർട്ടാണ്? അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഇവിടെ കാണിക്കുന്നത് ആക്ച്വലി അഗ്രിഗേറ്റ് ആണ്. ജാനുവരി ഇൻ 2022 ആൻഡ് 2023 കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഫിൽറ്റർ സ്പാൻ യൂസ് ചെയ്യാം. സി ദ ഫിൽറ്റർ സ്പാൻ. ഈ ഫിൽറ്റർ സ്പാനിൽ നമുക്ക് ഡേറ്റ് ഓഫ് പർച്ചേസ് ഇയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും.
ഫിൽട്ടർ പാനൽ. ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. അഡ്വാൻസ് ഫിൽറ്ററിങ്ങിന് പകരം ബേസിക് ഫിൽറ്ററിംഗ് എടുക്കുക. സി ബേസിക് ഫിൽറ്ററിംഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സെലക്ട് 2022. സോ എന്ത് സംഭവിക്കും, നമുക്ക് 2022 സെയിൽസ് മാത്രം കാണാൻ പറ്റും ഇൻ മന്ത്ലി വൈസ്. ഓക്കെ, അതേപോലെ 2023 മന്ത്ലി വൈസ് ഉള്ള ഡേറ്റ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ 2022 അൺടിക്ക് ചെയ്താൽ ഓൺലി 2023 ഡേറ്റ നമുക്ക് ഇവിടെ വിസിബിൾ ആണ്. സോ ഇങ്ങനെ നമുക്ക് ഫിൽട്ടർ പാനും യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എല്ലാം സെലക്ട് ചെയ്യുന്നു, സെലക്ടിങ് ഓൾ ദ ഡേറ്റ. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വിഷ്വൽസ്, ബാക്ക് ടു റിപ്പോർട്ട്. സി വിഷ്വൽ നമുക്ക് ഒന്ന് എൻലാർജ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് കൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ടിൽ ഇതേപോലെ തന്നെ ഡേറ്റ് ഓഫ് പർച്ചേസ് എക്സ് ആക്സിസിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഇസ് ഇൻ ഹൈറാർക്കി, ഡേറ്റ് ഹൈറാർക്കി ഫോർമാറ്റ്. ടോട്ടൽ കോസ്റ്റ് കൂടെ വൈ ആക്സിസിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഇതിന്റെ പ്രോപ്പർട്ടീസ്, കളേഴ്സ്, ഫോൺസ് എല്ലാം തന്നെ ഫോർമാറ്റ് പെയിന്റർ വെച്ചിട്ട് സിമിലർ ആക്കുക. ഓക്കെ, ഗ്രേറ്റ്. ആൻഡ് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഫോക്കസ് മോഡിൽ വെച്ചിട്ട് ഡ്രിൽ അപ്പ് ആൻഡ് ഡ്രിൽ ഡൗൺ ഒന്ന് ചെയ്ത് നോക്കാം. Drill down, yes, go to next level. See Q1, Q2 monthly wise. ഇവിടെ നമുക്ക് ഇത് 2022 2023 ഡേറ്റ് ഒരുമിച്ച് വരുന്നതാണ്. Let's make it for 2023 only. Select date of purchase, years in filters pan, click on basic filtering, select 2023. See 2023 ഡേറ്റ മാത്രമേ നമുക്ക് ഇവിടെ വിസിബിൾ ആവും. സോ ഈ ലൈൻ ചാർട്ട് നമുക്ക് കൂടുതലായിട്ട് മോഡിഫൈ ചെയ്യാം. ക്ലിക്ക് ഓൺ വിഷ്വൽസ്. ഇതിൽ ആദ്യം വിഷ്വലിലെ ലൈൻസ് നമുക്കൊന്ന് കളർ ചേഞ്ച് ചെയ്യാം. ഗോ ടു കളേഴ്സ്, ലെറ്റ്സ് മേക്ക് ഇറ്റ് റെഡ് അഗെയിൻ. ഓക്കെ, മോർ കളേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ഒരു കളർ ഇവിടെ ചൂസ് ചെയ്യാം. മേക്ക് ഇറ്റ് മോർ റെഡ്. ഓക്കെ, ഫൈൻ. ദെൻ ഇവിടെ മാർക്കേഴ്സ്, ലൈൻ ചാർട്ട് ആയതുകൊണ്ട് മാർക്കേഴ്സ് നമുക്ക് ഇതേ വിഷ്വൽ തന്നെ ഓൺ ചെയ്യാം. ഓക്കെ, ഫൈൻ. മാർക്കേഴ്സ് ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. മാർക്കേഴ്സിന്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ലെറ്റ്സ് മേക്ക് ഇറ്റ് ട്രയാങ്കിൾസ്. ഓക്കെ, ആൻഡ് അതിന്റെ കളേഴ്സ് കൂടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ, മാർക്കേഴ്സിന്റെ കളേഴ്സ് കൂടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ സെയിം മാർക്കേഴ്സിൽ തന്നെ ഷേപ്പിന്റെ താഴെയായിട്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ലെറ്റ്സ് മേക്ക് ഇറ്റ് ബ്ലൂ. Yeah, I think this is fine. Or better, let's make it green. Yes. Yeah, green is fine. Okay. So ഇത്രയും ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇനി ജനറലിൽ പോയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ചേഞ്ചസ്, ടൈറ്റിൽ എവറിത്തിങ് ഇസ് ഫൈൻ, എഫക്ട്സ്, ബാക്ക്ഗ്രൗണ്ട് എവറിത്തിങ് ഇസ് ഫൈൻ, വിഷ്വൽ ബോർഡേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഫോർമാറ്റ് പെയിന്റർ വെച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പ്രീവിയസ്ലി ഉള്ള വിഷ്വൽ പോലെ തന്നെ. ഓക്കെ, ബാക്ക് ടു റിപ്പോർട്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ രണ്ട് വിഷ്വൽസ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. സം ഓഫ് ടോട്ടൽ കോസ്റ്റ് ബൈ മന്ത്. ബൈ മന്ത് വന്നത് എങ്ങനെയാണ്, യൂസിങ് ഡ്രിൽ ഡൗൺ ഓപ്ഷൻ. സോ ഇഫ് യു ഡ്രിൽ അപ്പ്, കണ്ടോ ബൈ ക്വാർട്ടർ എന്ന് അപ്ഡേറ്റ് ആവും. വീണ്ടും ഡ്രിൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഇയർ ആവും. ഓക്കെ, സോ ദിസ് ഇസ് ഓൺലി ഫോർ ദ പെർട്ടിക്കുലർ ഇയർ 2022 ഓൺലി. 2 ഇയറും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് 2 ഇയറിനും ബേസ് ചെയ്തിട്ടുള്ള ഒരു അഗ്രിഗേറ്റഡ് റിസൾട്ട് കാണിക്കും. സോ ഡ്രില്ലിംഗ് അപ്പ് ബേസ്ഡ് ഓൺ ദ ഇയേഴ്സ്. സോ ഈ ഒരു വിഷ്വൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, 2022 2023 കോസ്റ്റ് എന്താണ്, ഇറ്റ്സ് ഇൻക്രീസ്ഡ്. 46K ആണ് 2022 ഇറ്റ് ഇസ് 88K. ഓക്കെ, ഫൈൻ. ബാക്ക് ടു റിപ്പോർട്ട്. സോ നമ്മുടെ ഡേറ്റ സെറ്റിൽ നമുക്കിവിടെ സെയിൽസ് കിട്ടിയിട്ടുണ്ട്. സെയിൽസ് ബൈ മന്ത്, സം ഓഫ് ടോട്ടൽ സെയിൽസ് ബൈ മന്ത് ആൻഡ് സം ഓഫ് ടോട്ടൽ കോസ്റ്റ് ബൈ ഇയർ. ബട്ട് ഇവിടെ ഒന്നും യൂണിറ്റ്സ് ഇല്ല അല്ലേ, കറൻസി യൂണിറ്റ്സ് ഇല്ല. സോ നമുക്ക് കറൻസി യൂണിറ്റ്സ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ. ലെറ്റ്സ് ഗോ ടു ടേബിൾ വ്യൂ അഗെയിൻ. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്ന കോളം ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ഡോളർ. സോ ഇതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്, അതുകൊണ്ട് നമ്മൾ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുന്നു. സിമിലർലി ടോട്ടൽ കോസ്റ്റിലും ഇതുപോലെ എന്ത് ചെയ്യുക, ഡോളർ സിമ്പിൾ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് റിപ്പോർട്ട് വ്യൂവിലേക്ക് വരാം. സി റിപ്പോർട്ട് വ്യൂവിൽ ഇപ്പോൾ നമ്മുടെ ഡോളർ സിമ്പിൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഓരോ വിഷ്വലിലും.
സി ഡോളർ സിമ്പിൾ ഇസ് ദർ. ആൻഡ് ഈ വിഷ്വലിലും അതേപോലെ തന്നെ ഡോളർ സിമ്പിൾ എന്തായിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഇനി നമുക്ക് പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാം യൂസിങ് പവർ ക്വയറി. സോ പവർ ക്വയറി വെച്ചിട്ട് പുതിയ കോളംസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡാക്സ് കോൺസെപ്റ്റ് വെച്ച കോളംസ് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ ഡേറ്റ പെയിനിൽ പുതിയ കോളംസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ സെയിൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ഈ കാണിച്ചിരിക്കുന്ന കോളംസ് എന്താണ്, അത് മറ്റ് കോളംസ് പോലെയല്ല. സോ ഇറ്റ് ഇസ് ഹാവിംഗ് എ ഡിഫറെന്റ് സിമ്പിൾ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഡാക്സ് കോൺസെപ്റ്റ് വെച്ച് കോളംസ് ക്രിയേറ്റ് ചെയ്താൽ അത് നമ്മുടെ ഡേറ്റ മോഡലിന്റെ ഒരു പാർട്ട് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിന്റെ പാർട്ട് ആയിരിക്കില്ല. സോ ഓൾവേസ് വി ഷുഡ് പ്രിഫർ ക്രിയേറ്റിംഗ് കോളംസ് യൂസിങ് പവർ ക്വയറി. ഓക്കെ, ഹോം ടാബിൽ നമുക്ക് ട്രാൻസ്ഫോം ഡേറ്റ ക്രിയേറ്റ് ചെയ്യാം. ട്രാൻസ്ഫോം ഡേറ്റ ത്രൂ ആണ് നമ്മൾ പവർ ക്വയറി എഡിറ്റർ അല്ലെങ്കിൽ പവർ ക്വയറി ടാബ് ആക്സസ് ചെയ്യുന്നത്. പവർ ക്വയറി മെത്തേഡ് എം ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. സോ പവർ ക്വയറി ടാബിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോളംസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, അവരുടെ ഹെഡിങ്സും കാര്യമെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതിവിടെ ഓക്കെ ആണ്, കറക്റ്റ് ആണ്. ഇൻ കേസ് നിങ്ങളുടെ കോളത്തിന്റെ ഹെഡിങ്സ് കറക്റ്റ് അല്ല എങ്കിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ഓൺ യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡേറ്റ പവർ ക്വയറി ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ കോളം ഹെഡിങ് നമ്മുടെ റോയിൽ വന്നിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. എനിവേ, ലെറ്റ്സ് ഗോ ടു ക്രിയേറ്റിംഗ് ന്യൂ കോളം. ആഡ് കോളം ടാബിൽ കസ്റ്റം കോളം സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് എം ലാംഗ്വേജ് വെച്ച് പവർ ക്വയറിന്റെ അകത്ത് എങ്ങനെയാണ് പുതിയ കോളം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, കോളം നെയിം കൊടുക്കണം. സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് ആണ്. പക്ഷെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആയുള്ള കോളംസിനെ പ്രോഫിറ്റ് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. സോ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും വേണം. പക്ഷെ അങ്ങനെ രണ്ട് കോളംസ് ഇവിടെ അവൈലബിൾ അല്ല. ഓൾറെഡി ഡാക്സ് കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും ഇവിടെ ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും അവൈലബിൾ അല്ല. കാരണം ഡാക്സ് കോൺസെപ്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കോളംസ് അത് ഡേറ്റ മോഡലിൽ പെർമനന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നില്ല. സോ അതിന് പവർ ക്വയറി തന്നെ മാത്രമേ നമുക്ക് മെത്തേഡ് ഉള്ളൂ. സോ ടോട്ടൽ സെയിൽസ് അണ്ടർസ്കോർ 2 എന്നുള്ളൊരു നെയിമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. കാരണം ഈ അണ്ടർസ്കോർ 2 എന്ന് ഉദ്ദേശിക്കുന്നത് പവർ ക്വയറിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോളമാണ്. ടോട്ടൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി എടുക്കാം. ക്വാണ്ടിറ്റി കോളം, ഇൻസേർട്ട്, ദെൻ ഇൻടു, സെലക്ട് യൂണിറ്റ് പ്രൈസ്, ഇൻസേർട്ട്. സിന്റാക്സ് എറേഴ്സ് ഒന്നുമില്ല. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സും റൈറ്റ് സൈഡിൽ ക്വയറി സെറ്റിംഗ്സിൽ എല്ലാം അപ്ലൈഡ് സ്റ്റെപ്സിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ടോട്ടൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പുതിയൊരു കോളം കൂടെ ക്രിയേറ്റ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ഫൈൻ. സെയിം മെത്തേഡ് തന്നെയാണ്. ക്വാണ്ടിറ്റി, ഇൻസേർട്ട്. സോ ഇവിടെ ഫോർമുലാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ പിറകിൽ എം ലാംഗ്വേജ് ആണ് വർക്ക് ചെയ്യുന്നത്. ഫോർമുല നമ്മൾ സിന്റാക്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് മാത്രം. സോ ഈ കോളംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എം ലാംഗ്വേജ് ത്രൂ ആണ് ഇവിടെ ആ ഒരു കോളം പെർമനന്റ്ലി നമ്മുടെ ഡേറ്റ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സി ടോട്ടൽ സെയിൽസ് 2 എന്നുള്ള കോളം ഓൾറെഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി പുതിയ കോളം ടോട്ടൽ കോസ്റ്റ് കൂടെ ഇതുപോലെ പെർമനന്റ്ലി നമ്മുടെ ഡേറ്റ മോഡൽ അപ്ഡേറ്റഡ് ആവും. എനിവേ, സെലക്ട് യൂണിറ്റ് കോസ്റ്റ്. നമ്മൾ ടോട്ടൽ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. നോ സിന്റാക്സ് എറേഴ്സ്. ഓക്കെ, ഫൈൻ. കണ്ടോ, നമ്മുടെ അപ്ലൈഡ് സ്റ്റെപ്സിൽ ഈ ഓരോ സ്റ്റെപ്പും കാണാൻ പറ്റും. സോ ഈ പുതിയ സ്റ്റെപ്പ് പ്രീവിയസ്ലി സ്റ്റെപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്ന പ്രീവിയസ് സ്റ്റെപ്പിൽ എങ്ങനെയാണോ നമ്മുടെ ഡേറ്റ സെറ്റ് ഉണ്ടായിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇവിടെ കാണാം. കാരണം ടോട്ടൽ സെയിൽസ് 2 എന്ന് പറയുന്ന കോളം മാത്രമേ പ്രീവിയസ്ലി ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന കോളം കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തു. കണ്ടോ, ടോട്ടൽ കോസ്റ്റിന്റെ പുതിയ കോളം കൂടെ ഇവിടെ എന്താണ് അവൈലബിൾ ആണ്. സോ ഇവിടെ ടോട്ടൽ സെയിൽസ് 2 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നെയിമും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ചേഞ്ച് ചെയ്യണം. സോ ലെറ്റ്സ് റീനെയിം ദ കോളം. ബിക്കോസ് നമ്മുടെ ഡാക്സ് കോൺസെപ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത കോളംസും പവർ ക്വയറിൽ ക്രിയേറ്റ് ചെയ്ത കോളംസും ഐഡന്റിക്കൽ നെയിംസ് വന്നാൽ അത് എറർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. ടോട്ടൽ കോസ്റ്റ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്തു. കണ്ടോ, ഇവിടെ നമ്മൾ ചെയ്ത ഓരോ സ്റ്റെപ്സും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഫൈനലി നമ്മുടെ പ്രോഫിറ്റ് കോളത്തിലേക്ക് വരാം. ഓക്കെ, കസ്റ്റം കോളം, ഇവിടെ നെയിം പ്രോഫിറ്റ്. ഓക്കെ,
സോ പ്രോഫിറ്റ് നമുക്കറിയാം സെയിൽസ് മൈനസ് കോസ്റ്റ് ആണ്. ടോട്ടൽ സെയിൽസ് ടു ഇൻസേർട്ട് മൈനസ് ടോട്ടൽ കോസ്റ്റ് ടു ഇൻസേർട്ട്. നോ സിൻടാക്സ് എറേഴ്സ്. ഓക്കെ, സി നമ്മുടെ പ്രോഫിറ്റ് കോളം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന വർക്ക് നമുക്കൊന്ന് സേവ് ചെയ്യാം. ഹോം ടാബിൽ ക്ലോസ് ആൻഡ് അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. പവർ ക്വയറിൽ എന്ത് ചേഞ്ചസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അത് സേവ് ചെയ്യണമെങ്കിൽ ക്ലോസ് ആൻഡ് അപ്ലൈ എന്നുള്ള ബട്ടൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലോസ് ആൻഡ് അപ്ലൈ. സോ നമ്മൾ പവർ ക്വയറി ടാബിൽ നിന്ന് ഇപ്പോൾ എന്തായി, തിരിച്ച് നമ്മുടെ ടേബിൾ വ്യൂ അല്ലെങ്കിൽ റിപ്പോർട്ട് വ്യൂയിലേക്ക് തിരിച്ചെത്തി. വി ആർ ബാക്ക് ടു ദ ക്യാൻവാസ്. ഓക്കെ, ഇനി നമുക്ക് ഡേറ്റ പാനിൽ നമ്മുടെ കോളംസ് ചെക്ക് ചെയ്യാം. യു ക്യാൻ സി ടോട്ടൽ കോസ്റ്റ് 2. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന 2 കോളംസ് ഉണ്ട്. ഒന്ന് ഡാക്സ് കോൺസെപ്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്, ഒന്ന് പവർ ക്വയറി വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു കോളം ടോട്ടൽ കോസ്റ്റ് 2. ടോട്ടൽ കോസ്റ്റ് 2 ഇൻ പവർ ക്വയറി അത് നമ്മുടെ ഡേറ്റ മോഡലിൽ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് ഓൾറെഡി ആഡ് ആയി കഴിഞ്ഞു. സോ ഇറ്റ് വിൽ ബി എ പെർമനന്റ് കോളം ഇൻ ദിസ് ലോഡഡ് ഡേറ്റ സെറ്റ് ഇൻ പവർ BI. അത് ഒരിക്കലും നമ്മുടെ ഒറിജിനൽ ഡേറ്റ സെറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല, ബട്ട് നമ്മുടെ ലോഡഡ് ഡേറ്റ സെറ്റിൽ ഈ ഒരു പെർമനന്റ് കോളം വന്നു, ടോട്ടൽ കോസ്റ്റ് 2. സിമിലർലി ടോട്ടൽ സെയിൽസ് 2 ഓൾസോ. ആൻഡ് യു ക്യാൻ സി ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കോളം കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം യൂസിങ് ദ വിഷ്വലൈസേഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ കാർഡ് വിഷ്വൽ തന്നെ യൂസ് ചെയ്യാം. ഫൈൻ, കാർഡ് വിഷ്വലിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഫസ്റ്റ് പ്രോഫിറ്റ് എന്ന രീതിയിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, അത് സമ്മിലേക്ക് കൊണ്ടുവരാം. ബട്ട് ഇവിടെ സം എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല അല്ലെ? എന്തുകൊണ്ടായിരിക്കും? കാരണം ഇവിടുത്തെ ഡേറ്റ സെറ്റിന്റെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ആയിട്ടുണ്ടാവും. സോ ലെറ്റ്സ് ഗോ ടു ദ ടേബിൾ വ്യൂ. ടേബിൾ വ്യൂവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പവർ ക്വയറിൽ ക്രിയേറ്റ് ചെയ്ത പുതിയ കോളം എല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. സോ ടോട്ടൽ സെയിൽസ് 2 കണ്ടോ, ഡേറ്റ ടൈപ്പ് നിൽക്കുന്നത് ഡേറ്റ ടൈപ്പ് ടോട്ടൽ സെയിൽസ് 2 എന്ന കോളം പവർ ക്വയറിൽ ക്രിയേറ്റ് ചെയ്ത കോളത്തിന്റെ ഡേറ്റ ടൈപ്പ് ഇവിടെ ടെക്സ്റ്റിലാണ് നിൽക്കുന്നത്. വി ഷുഡ് മേക്ക് ഇറ്റ് ഹോൾ നമ്പർ. യെസ്, ചേഞ്ച് ദ ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇതേപോലെ ടോട്ടൽ കോസ്റ്റിലും ഇത് ചെയ്യുക. മേക്ക് ഇറ്റ് ടു ഹോൾ നമ്പർ. ഹോൾ നമ്പർ ഒരു ഡെസിമൽ നമ്പർ, ഡെസിമൽസ് വരുന്നുണ്ടെങ്കിൽ ഡെസിമൽ നമ്പർ പ്രിഫർ ചെയ്യുക. സിമിലർലി പ്രോഫിറ്റും നമുക്ക് എന്ത് ചെയ്യാം, ഹോൾ നമ്പർ ആക്കാം. യെസ്, ചേഞ്ച് ദ ഡേറ്റ ടൈപ്പ്. ഓക്കെ, ആൻഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ സെയിൽസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് കോളം ടാക്സ് കോൺസെപ്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്ത കോളംസിന് ഡേറ്റ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് ഓൾറെഡി ഹോൾ നമ്പേഴ്സിലാണ്. ഓക്കെ, സോ ഇതുപോലെ ഹോൾ നമ്പേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഫോർ ദ പവർ ക്വയറി കോളംസ്. ഇവിടെ വീണ്ടും ഡോളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം സിമ്പിൾ ആയിട്ട്. ഡോളേഴ്സ്, യെസ്. ടോട്ടൽ കോസ്റ്റ് 2 ഓൾസോ ഡോളേഴ്സ്. യെസ്, ഇനി പ്രോഫിറ്റും കൂടെ. സോ എവറി കോളം ഇസ് ഫൈൻ. ഇനി നമുക്ക് റിപ്പോർട്ട് വ്യൂയിലേക്ക് വരാം. ഈ പറഞ്ഞ ഇഷ്യൂ നമുക്കൊന്ന് കറക്റ്റ് ആയോ നോക്കാം. കണ്ടോ, ഇതോടെ കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നേരത്തെ നമുക്ക് ഈ ഒരു കോളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്, പ്രോഫിറ്റ് കോളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ടെക്സ്റ്റ് ഡാറ്റയാണ്. ഇപ്പോൾ അത് ന്യൂമറിക്കൽ വാല്യൂ ആയി. സോ ലെറ്റ്സ് സെലക്ട് സം. നമുക്ക് സം ഓഫ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദ പ്രോഫിറ്റ് ഈസ് $51,000. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രോഫിറ്റ് ഡീറ്റെയിൽസ്. നമുക്ക് ഇതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോണ്ടും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഫോർമാറ്റ് പെയിന്റർ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ഗ്രേറ്റ്. നമുക്ക് ഹെഡിങ്സ് കൊടുക്കാം, വിച്ച് ഇസ് ജനറൽ ടൈറ്റിൽ. വി ക്യാൻ ഗീവ് ദ ഹെഡിങ് ആസ് പ്രോഫിറ്റ്. ഗ്രേറ്റ്. സോ നമുക്ക് പ്രോഫിറ്റും അവൈലബിൾ ആയി. സോ പ്രോഫിറ്റ് ഇപ്പൊ നമുക്ക് നോക്കാം. ദിസ് ഇസ് ഫോർ ദ 2022 പ്രോഫിറ്റ് ഇത്രയാണ് വന്നിരിക്കുന്നത്. ആൻഡ് സിമിലർലി നമുക്കത് മറ്റ് ഇയേഴ്സിന്റെ ചെക്ക് ചെയ്യാൻ പറ്റും. 2023 സെലക്ട് ചെയ്യുക. Okay, so it changes, right? Okay, anyway, let's select total years. All, yeah, ഇപ്പോൾ എല്ലാ ഇയേഴ്സും സെലക്ട് ആയിട്ടുണ്ട്. all ഓപ്ഷൻ വന്നു. Yes, so we got the total profit in 2022 2023 combined. Total units sold നമുക്ക് അവൈലബിൾ ആണ്. Number of countries അവൈലബിൾ ആണ്.
ആൻഡ് ഇനി നമുക്ക് ഇത്രയും വർഷത്തിൽ 2 വർഷത്തിലായിട്ട് ടോട്ടൽ എത്ര നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാർഡ് വിഷ്വൽ യൂസ് ചെയ്താൽ മതിയെങ്കിലും പുതിയൊരു മെഷർ ക്രിയേറ്റ് ചെയ്യാം. സോ മെഷേഴ്സ് എന്ന് പറയുന്ന ഫീച്ചറും പവർ ബി ഐയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. മെഷേഴ്സ് എന്ന് പറയുന്ന ഫീച്ചർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു കോളത്തിന്റെ അഗ്രിഗേറ്റഡ് റിസൾട്ട് കണ്ടുപിടിക്കാനാണ് മെഷേഴ്സ് എന്ന് പറയുന്ന ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹോം ടാബിൽ ന്യൂ മെഷർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ മെഷറിന്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഈക്വൽ ടു ഡിസ്റ്റിങ്ക്ട് കൗണ്ട് എന്ന് പറയുന്ന ഫോർമുല നമുക്ക് ചൂസ് ചെയ്യാം. സോ ഡിസ്റ്റിങ്ക്ട് കൗണ്ട് ഓഫ് ഡേറ്റ എന്ന് പറയുന്ന ഷീറ്റിലെ കസ്റ്റമർ നെയിം നമുക്ക് ചൂസ് ചെയ്യാം. ഫൈൻ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ. ഓക്കെ, പുതിയ മെഷർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മെഷർ ക്രിയേറ്റ് ആയത് നമുക്ക് ഡേറ്റ പെയിനിൽ ഇവിടെ കാണാൻ സാധിക്കും, ഒരു കാൽക്കുലേറ്റർ സിമ്പിളിലൂടെ. സോ ഈ ഒരു സിമ്പിൾ വരുന്നതെല്ലാം മെഷേഴ്സ് ആയിരിക്കും. സോ ഈ മെഷർ റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു അഗ്രിഗേറ്റഡ് റിസൾട്ട് ആണ്. ഈ ഒരു മെഷർ നമുക്ക് ഒരിക്കലും ടേബിൾ വ്യൂയിലോ അല്ലെങ്കിൽ കോളംസിലോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വിസിബിൾ ആയിരിക്കില്ല. അതായത് നമ്മുടെ ടേബിൾ വ്യൂവിൽ കോളംസ് ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ്ലി നമ്മൾ കോളംസ് ഡാക്സും പവർ ക്വയറിയും വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മെഷേഴ്സ് ഇതിൽ എവിടെയും വിസിബിൾ അല്ല. സോ മെഷേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിസിബിൾ ആവണമെങ്കിൽ നമ്മൾ വിഷ്വലൈസേഷൻ തന്നെ യൂസ് ചെയ്യണം. സോ അതിനു വേണ്ടി വീണ്ടും നമുക്ക് കാർഡ് വിഷ്വൽ തന്നെ യൂസ് ചെയ്യാം. കാർഡ് വിഷ്വൽ എപ്പോഴും നമുക്ക് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ഒരു സം റിസൾട്ട് കണ്ടുപിടിക്കാൻ വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. സോ ഇവിടെ മെഷേഴ്സിൽ ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന മെഷർ തന്നെ കാർഡ് വിഷ്വലിന്റെ ഫീൽഡിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇസ് 216. സോ ഇവിടെ ഡിസ്റ്റിങ്ക്ട് കൗണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റിങ്ക്ട് കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഒരേ കസ്റ്റമർ തന്നെ പല പേരിൽ വരാം. സോ അങ്ങനെയുള്ളൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഡിസ്റ്റിങ്ക്ട് കൗണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വിഷ്വലും നമുക്ക് മറ്റു വിഷ്വൽസിന്റെ അതേ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഫൈൻ. ജസ്റ്റ് ഗീവ് ഇറ്റ് ഹെഡിങ്സ്, ജനറൽ, ടൈറ്റിൽ. Title is total number of customers. Yes. Okay. So measures എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ഇൻ പവർ ബി ഐ ഡിസ്കസ് ചെയ്യാം. So this is report view, table view and this is model view. Select model view. ഈ മോഡൽ വ്യൂവിൽ നമുക്ക് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് കോളംസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ റിട്ടേൺ ഡേറ്റ എന്ന് പറയുന്ന ഒരു ടേബിളും ഉണ്ട്, ഡേറ്റ എന്ന് പറയുന്ന ഒരു ടേബിളും ഉണ്ട്, അല്ലെങ്കിൽ ഡേറ്റ ഷീറ്റും ഉണ്ട്. സോ ഇവിടെ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും. സി ഈ ഒരു റിലേഷൻഷിപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1-on-1 റിലേഷൻ, അതായത് റിട്ടേൺ ഡേറ്റയിലും ഓർഡർ ഐ ഡി ഉണ്ട്, ഡേറ്റ എന്ന് പറയുന്ന ഷീറ്റിലും ഓർഡർ ഐ ഡി ഉണ്ട്. സോ ബോത്ത് ആർ കണക്റ്റഡ്. ഇത് ഓട്ടോമാറ്റിക്കലി പവർ ബി ഐ ബിസിനസ് ഇന്റലിജൻസ് ഓട്ടോമാറ്റിക്കലി ഈ റിലേഷൻഷിപ്പ് ഡിറ്റക്ട് ചെയ്യുന്നതാണ്. ഇതേപോലെ മറ്റ് ഫീച്ചേഴ്സും തമ്മിൽ നമുക്ക് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗോ ടു മാനേജ് റിലേഷൻഷിപ്സ്, ന്യൂ, സെലക്ട് ദ ടേബിൾസ്, ഡേറ്റ ആൻഡ് റിട്ടേൺ ഡേറ്റ ഓട്ടോമാറ്റിക്കലി ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ ഇനി പ്രൊഡക്റ്റ് ഐ ഡികൾ തമ്മിലാണ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് ഐ ഡി കോളം ഇൻ ഡേറ്റ ടേബിളും സെലക്ട് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് ടേബിളിലും പ്രൊഡക്റ്റ് ഐ ഡി സെലക്ട് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓൺ ഓക്കെ. ബട്ട് പ്രസന്റ്ലി നമുക്ക് ഇവിടെ ഓൾറെഡി ഓർഡർ ഐ ഡി തമ്മിൽ കണക്റ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് ഗിവിംഗ് ഇനഫ് ഡേറ്റ. സോ ഇവിടെ പുതിയൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലെറ്റ്സ് ക്യാൻസൽ ഇറ്റ്. ഓക്കെ, സോ പുതിയ റിലേഷൻഷിപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്ലോസിങ് ഇറ്റ്. സോ ഇതേപോലെ നമുക്ക് പുതിയ റിലേഷൻഷിപ്പ് ഇഫ് നീഡഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ 1-to-1 റിലേഷൻഷിപ്പ് ആണ് കാണുന്നത്. അതായത് ഇവിടെ ഈ 1-to-1 റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഓർഡർ ഐ ഡി തമ്മിലാണ്. വിച്ച് മീൻസ് ഇൻ ഈച്ച് കോളം ഓഫ് ദ ഡേറ്റ, റിട്ടേൺ ഡേറ്റയിലും ഡേറ്റ എന്ന് പറയുന്ന ടേബിളിലും ഓർഡർ ഐ ഡി യുണീക് വാല്യൂസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 1-to-1 റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. സോ ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഗോ ടു റിപ്പോർട്ട് വ്യൂ, സേ ലെറ്റ്സ് സെലക്ട് ക്ലസ്റ്റേർഡ് കോളം ചാർട്ട്. ഓക്കെ, സോ ഈ ക്ലസ്റ്റേർഡ് കോളം ചാർട്ടിൽ ഡേറ്റ് ഓഫ് പർച്ചേസ് നമ്മുടെ എക്സ് ആക്സിസിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ആൻഡ് വി ആർ ഗോയിങ് ടു സെലക്ട് ഓർഡർ ഐ ഡി ഇൻ വൈ ആക്സിസ്.
ഫൈൻ. ഇതേപോലെ തന്നെ റിട്ടേൺ ഡേറ്റയിൽ നിന്നും ഓർഡർ ഐ ഡി നമുക്ക് ഇവിടെ y ആക്സിസിൽ ഡ്രോപ്പ് ചെയ്യാം. ഫൈൻ. ഇനി ഈ ഒരു ഫോക്കസ് മോഡിൽ ചെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ചാർട്ട് കാണിക്കുന്നത് കൗണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തതും അതേപോലെ റിട്ടേൺ ചെയ്തിരിക്കുന്നതുമാണ്. നമുക്ക് വിഷ്വലൈസേഷനിൽ ഫോർമാറ്റ് വിഷ്വൽ എടുത്തിട്ട് ആ ഡേറ്റ ലേബിൾസ് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ കൗണ്ട് വന്നിട്ടുണ്ട്. സി കൗണ്ട് ഓഫ് ഓർഡർ ഐ ഡി, കൗണ്ട് ഓഫ് ഓർഡർ ഐ ഡി ആണ് കാണുന്നത്. ഫൈൻ. നമുക്കിവിടെ വീണ്ടും നമ്മുടെ വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. കൗണ്ട്, യെസ്, കൗണ്ട് ആണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെയും കൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഗുഡ്. സോ ഇറ്റ്സ് ഷോയിങ് ഇനഫ് ഡേറ്റ. ആൻഡ് പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത പോലെ നമുക്കിത് വേണമെങ്കിൽ കൂടുതൽ ഡ്രില്ല് ചെയ്യാം. സേ ഇറ്റ്സ് ഇയർ വൈസ്, ക്വാർട്ടർ വൈസ്, മന്ത് വൈസ്. ഓക്കെ, ഫൈൻ. ഇവിടെ നമുക്ക് പ്രീവിയസ്ലി ഫിൽറ്റേഴ്സ് പെയിനിൽ യൂസ് ചെയ്ത പോലെ ഇയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഡേറ്റ് ഓഫ് പർച്ചേസ് ഇസ് ഇയേഴ്സ്, എല്ലാ ഇയേഴ്സും ഇവിടെ ഉണ്ട്. നമുക്കത് ബേസിക് ഫിൽറ്ററിംഗ് സെലക്ട് ചെയ്തിട്ട് പെർട്ടിക്കുലർ ഇയർ മാത്രമായിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. എനിവേ, ജസ്റ്റ് സെലക്ടിങ് ഓൾ. ലെറ്റ്സ് ഗോ ടു ദ റിപ്പോർട്ട്. ഈ ഒരു വിഷ്വലിന്റെ പ്രോപ്പർട്ടീസും കൂടെ ഫോർമാറ്റും കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഫോർമാറ്റ് പെയിന്റർ അഗെയിൻ, ക്ലിക്ക്, യെസ്. ഇവിടെ നമുക്ക് ഓർഡർ ഐ ഡി അല്ലെങ്കിൽ രണ്ടുപേരുടെയും നെയിംസ് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ y ആക്സിസ് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ക്ലിക്ക് ആൻഡ് റൈറ്റ് ക്ലിക്ക്. യു ക്യാൻ സി റീനെയിം ഫോർ ദിസ് വിഷ്വൽ. നമുക്ക് ഇത് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫീൽഡ് y ആക്സിസിലെ. ആൻഡ് രണ്ടാമത്തെ ഫീൽഡും ഇതുപോലെ നമുക്ക് റീനെയിം ചെയ്യാം. നമ്പർ ഓഫ് ഓർഡേഴ്സ് റിട്ടേൺഡ്. ഓക്കെ, ഫൈൻ. സോ ഇവിടെ ടൈറ്റിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ആൻഡ് നമ്പർ ഓഫ് ഓർഡേഴ്സ് റിട്ടേൺഡ്. ഓക്കെ, ഈ ടൈറ്റിൽ ഒന്നും കൂടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ വി ക്യാൻ ഗോ ടു വിഷ്വൽസ് അഗെയിൻ, സേ സെലക്ട് ജനറൽ ടൈറ്റിൽ. സോ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് വേഴ്സസ് നമ്പർ ഓഫ് ഓർഡേഴ്സ് റിട്ടേൺഡ് എന്ന് നമുക്ക് ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, say we can select it as versus. Okay, fine. And ചെറിയൊരു ചേഞ്ചും കൂടെ, number of orders placed versus number of orders returned. Yeah, fine. See, number of orders placed versus returned by month. കാരണം നമ്മൾ ഇത് drill down ചെയ്തിട്ടുണ്ടായിരുന്നു by month. നമുക്ക് drill up ചെയ്യാം. Say now it's by year. Okay, so ഈ ടൈറ്റിലിൽ previously വന്നിരിക്കുന്ന by month എന്നുള്ള ഒരു വേർഡും കൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ yeah, it's perfect now. Back to report. Okay, so നമ്മൾ ഇവിടെ ഒരു മെഷർ ക്രിയേറ്റ് ചെയ്തു, ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എൻറ്റയർലി വിഷ്വലൈസേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. സോ ആദ്യമായി ചെയ്ത് നമ്മുടെ വിഷ്വലൈസേഷൻസ് എല്ലാം ഒന്ന് പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ വിഷ്വലൈസേഷൻസ് എല്ലാം ഇവിടെ ഓർഡേർഡ് ആയിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വിഷ്വലൈസേഷൻസ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ ടു പൈ ചാർട്ട്. ഓക്കെ, സോ പൈ ചാർട്ടിൽ നമുക്ക് സിറ്റി വൈസ് സെയിൽസ് ഒന്ന് കണ്ടുപിടിക്കാം. ഫോർ ദാറ്റ് let's add city as legend. Fine. ഇനി total sales column നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഈ ഒരു വിഷ്വൽ നോക്കുക. ഇറ്റ്സ് വെരി
ക്ലംസി. അതായത് ഒരുപാട് സിറ്റി ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലംസി ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് അഗ്രിഗേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, കൺഫ്യൂസിംഗ് ആയിട്ടൊരു ഡാറ്റ സെറ്റ് ആയി നിൽക്കുന്നത്. നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്യാം. ഗോ ടു ഫിൽറ്റേഴ്സ്. ഇവിടെ സിറ്റി ഓൾ ആണ് ഇരിക്കുന്നത്. ഗോ ടു ഫിൽറ്റേഴ്സ്. ബേസിക് ഫിൽറ്ററിന് പകരം ടോപ്പ് n സെലക്ട് ചെയ്യുക. നമുക്ക് ടോപ്പ് 10 സിറ്റീസിന്റെ സെയിൽസ് ഇവിടെ ലഭിച്ചാൽ മതി. സെലക്ട് 10, ക്ലിക്ക് ഓൺ എന്റർ. ബിഫോർ ദാറ്റ് ബൈ വാല്യൂ വൺസ് അഗെയിൻ നമ്മൾ ടോട്ടൽ സെയിൽസ് എന്ത് ചെയ്യുക, ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. അപ്ലൈ ഫിൽറ്റർ. സി, ഇവിടെ നമുക്കിപ്പോൾ ടോപ്പ് 10 സിറ്റീസിന്റെ ഡേറ്റ ആയിട്ട് ഇവിടെ സെയിൽസ് അവൈലബിൾ ആണ്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ബാക്ക് ടു റിപ്പോർട്ട് ചെയ്യാം. ഇവിടെ ഇതിന്റെ ഫോർമാറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഹെഡിങ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ജനറൽ ടൈറ്റിൽ, ലെറ്റ്സ് മേക്ക് ഇറ്റ് ടോട്ടൽ സെയിൽസ് ബൈ സിറ്റി. യെസ്, ഇറ്റ്സ് ഫൈൻ. ഇനി നമുക്കൊരു മാപ്പ് വിഷ്വൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? സെലക്ട് ദ മാപ്പ് വിഷ്വൽ. ഇവിടെ നമുക്ക് 3 മാപ്പ് വിഷ്വൽസ് അവൈലബിൾ ആണ്. ഐ എം സെലക്ടിങ് ദിസ് മാപ്പ് വിഷ്വൽ. ലെറ്റ്സ് സെലക്ട് കൺട്രി ഹിയർ ആസ് ലൊക്കേഷൻ. ഓക്കെ, ഈ വിഷ്വൽ നോക്കുക. ഈ വിഷ്വലിൽ നമുക്ക് ഏതൊക്കെ കൺട്രീസിലാണ് ഇവിടെ സെയിൽസ് നടന്നിരിക്കുന്നത് എന്നൊരു ഡേറ്റ സെറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആക്കാം. ഫോർ ദാറ്റ് നമ്മുടെ വിഷ്വലൈസേഷനിൽ ബബിൾ സൈസിൽ ടോട്ടൽ സെയിൽസ് തന്നെ ഡ്രോപ്പ് ചെയ്യാം. സോ ബബിൾ സൈസ് ഇവിടെ ചേഞ്ച് ആയി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ടോട്ടൽ സെയിൽസിനനുസരിച്ചിട്ട് സെയിൽസ് കൂടിയ രാജ്യത്തിന് വലിയൊരു ബബിൾ ആയിരിക്കും, സെയിൽസ് കുറഞ്ഞിരിക്കുന്ന രാജ്യത്തിന് ലെസ് സെയിൽസ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ബബിൾ സൈസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ്. ഇനി നമുക്ക് ഫോർമാറ്റ് വിഷ്വലിൽ ചെല്ലാം. ബബിൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ബബിൾസിന്റെ കളേഴ്സ് ഒന്ന് നോക്കാം. ഇവിടെ ഡിഫോൾട്ട് കളറാണ് വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ലെറ്റ്സ് സെലക്ട് ഗ്രേഡിയന്റ്. Lowest value is showing in this pale blue color. Let's make it proper blue. Say almost near to blue. And highest value, let's make it red. Let's make it red. Okay. Then if you want to add a middle color, say നമുക്ക് ഈ ഒരു കളർ ഇവിടെ ഓൾറെഡി യെല്ലോ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ ദാറ്റ്. ഓക്കെ, സോ ഇവിടെ കണ്ടോ, കളറിന്റെ ബേസിലും സൈസിന്റെ ബേസിലും ഇപ്പോൾ ടോട്ടൽ സെയിൽസ് ഇവിടെ വിസിബിൾ ആണ്. കാറ്റഗറി ലേബിൾസ് കൂടെ നമുക്ക് ഓൺ ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓരോ മാപ്പിലും ബബിൾസ് ആയിട്ട് ഓരോ രാജ്യത്തിന്റെ പേരും അവരുടെ സെയിൽസിന് അനുസരിച്ചിട്ട് കളറും സൈസും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ കളർ ഗ്രേഡിൽ നോക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് വി അപ്ലൈഡ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹിയർ. നമ്മുടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെന്നാൽ നമുക്ക് മനസ്സിലാവും റെഡ് കളർ ആണ് ഹയസ്റ്റ് സെയിൽസ് വന്നിരിക്കുന്നത്, ലോവർ സെയിൽസ് ബ്ലൂ കളർ ആണ്, ആൻഡ് ഇന്റർമീഡിയറ്റ് സെയിൽസ് എല്ലാം യെല്ലോ കളർ ആണ്. ഓക്കെ, ഫൈൻ. ഇവിടെ നമുക്ക് ഇതിന്റെ ഹെഡിങ് കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ടൈറ്റിൽ, ടോട്ടൽ സെയിൽസ് ബൈ കൺട്രി. ടോട്ടൽ സെയിൽസ് ബൈ കൺട്രി. എന്റർ. ഓക്കെ, ഗുഡ്. ബാക്ക് ടു റിപ്പോർട്ട്. ഫൈൻ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്തു. ഇനി മറ്റൊരു വിഷ്വലും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഡോണറ്റ് വിഷ്വൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദിസ് ഇസ് ഡോണറ്റ് വിഷ്വൽ. സോ ഡോണറ്റ് വിഷ്വലിലേക്ക് നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ലെജൻഡ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് ടോട്ടൽ സെയിൽസ് അതിന്റെ വാല്യൂസ്. ഓക്കെ, ലെറ്റ്സ് ഫോക്കസ് ഇറ്റ്. സോ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? പേയ്മെന്റ് മെത്തേഡ്, ഡെബിറ്റ് കാർഡ്, ക്യാഷ്, ക്രെഡിറ്റ് കാർഡ് എന്നിങ്ങനെ 3 മെത്തേഡ്സിൽ ടോട്ടൽ സെയിൽസിൽ എത്രത്തോളം പേയ്മെന്റ്സ് നടന്നിട്ടുണ്ട്. സോ ക്ലിയർലി ഇവിടെ ഡെബിറ്റ് കാർഡ് വിച്ച് ഷോസ് ദ ലെജൻഡ് ഇൻ ബ്ലൂ കളർ, ഡെബിറ്റ് കാർഡ് ആണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യാം. ഗോ ടു ഫോർമാറ്റ് വിഷ്വൽ, ക്ലിക്ക് ഓൺ ഡേറ്റ ലേബിൾസ്, ഇറ്റ്സ് ഓൺ. സ്ലൈസസ്, കളർ ഇസ് ഫൈൻ. Detail labels, position, let's make it prefer outside, or say let's select
inside, okay, and label contents, all detail labels. Yes, all detail labels. So ഇപ്പോൾ നമുക്ക് ഓരോ പേയ്മെന്റ് മെത്തേഡും ഡോണറ്റ് ചാർട്ടിനകത്ത് തന്നെ വിസിബിൾ ആണ്. ചേഞ്ച് ദ ടൈറ്റിൽ. This is total sales by payment method. Fine. Back to report. So recently നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് വിഷ്വൽസും മറ്റ് വിഷ്വൽസിന്റെ അതേ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഫൈൻ. യെസ്, നമ്മൾ ഇവിടെ വിഷ്വൽസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ഫോണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മാപ്പ് വിഷ്വലും കൂടെ ഒന്ന് സെയിം വിഷ്വലിലേക്ക് സെയിം ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ടോട്ടൽ സെയിൽസ് ബൈ കൺട്രി. ദിസ് ഈസ് ഫൈൻ. യെസ്. ഇനി നമുക്ക് 2 or 3 കാർഡ് വിഷ്വൽസും കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. Go to cards. Let's find the total number of products ordered. So അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓർഡർ ഐ ഡി ചൂസ് ചെയ്യാം. ഓർഡർ ഐ ഡി ഫീൽഡിൽ ഡ്രോപ്പ് ചെയ്യാം. സി, ഇവിടെ ഓർഡർ ഐ ഡിയിൽ ചില ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് സെലക്ട് കൗണ്ട്. ലെറ്റ്സ് ഗോ ടു കൗണ്ട്. ഓക്കെ, സോ കൗണ്ട് മീൻസ് 262 ഓർഡേഴ്സ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓൺലൈൻ സെയിൽസിൽ. ലെറ്റ്സ് ചേഞ്ച് ഇറ്റ്സ് ഫോർമാറ്റ്. സെലക്ട് ഫോർമാറ്റ് പെയിന്റർ. യെസ്, ഇതിനൊരു ഹെഡിങ് ടൈറ്റിൽ നമ്മൾ ആഡ് ചെയ്യുക. ടൈറ്റിൽ is number of orders placed. Okay, fine. So ഈ കാർഡ് വിഷ്വൽ നമുക്കൊന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫൈൻ. ഇനി ഒരു കാർഡ് വിഷ്വലും കൂടെ, ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് റിട്ടേൺ. നമുക്ക് എത്ര ഓർഡേഴ്സ് പ്ലേസ് ചെയ്തു അതുപോലെ എത്ര ഓർഡേഴ്സ് റിട്ടേൺ ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. Let's go to the order ID in return data. So return data il varuna orders ellam endaayirikkum? It will be return products. Okay, so ivide nammal fields change cheya. Go to count. Yes, which means 64 items are returned. Idinte formatum kude namukku veendum change cheyam. Fine. Go to titles. Number of products returned. Fine. So we are adjusting the size of the visual. Okay, fine. ഇനി നമുക്ക് കൺട്രി വൈസ് ഒരു സ്ലൈസറും കൂടെ ഇവിടെ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. Go to the slicer and we are going to select country. Yes, ഇവിടെ country അവൈലബിൾ ആണ്. ആൻഡ് കൺട്രിയുടെ വിഷ്വൽ കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. സ്ലൈസർ സെറ്റിംഗ്സ്, ഗോ ടു വെർട്ടിക്കൽ ലിസ്റ്റ് ഓർ ഡ്രോപ്പ് ഡൗൺ. യെസ്, ഡ്രോപ്പ് ഡൗൺ വിൽ ബി ബെറ്റർ. ആൻഡ് ഈ വിഷ്വൽ നമ്മൾ ഏറ്റവും താഴെയായിട്ട് പ്ലേസ് ചെയ്യുകയാണ്. വി ക്യാൻ മേക്ക് ഇറ്റ് ഹിയർ. യെസ്, വിഷ്വൽസിന്റെ മാർജിൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഫോർമാറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ. ഇതിനൊരു ടൈറ്റിൽ കൂടെ ആഡ് ചെയ്യുക. ടൈറ്റിൽ ഇസ് കൺട്രി. ഓക്കെ, ഗുഡ്. ഫൈൻ. ഇനി നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് കാറ്റഗറി ഐറ്റംസും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ക്ലിക്ക് ഓൺ സ്ലൈസർ. സോറി, കൺട്രോൾ Z. ഒന്നും കൂടെ പറയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്ലൈസർ വിഷ്വൽ കൂടെ ആഡ് ചെയ്യാം. ക്ലിക്ക് ഓൺ സ്ലൈസർ വിഷ്വൽ. ഫൈൻ. ലെറ്റ്സ് സെലക്ട് കാറ്റഗറി ഇൻ ഫീൽഡ്സ്. ഓക്കെ, സോ ഈ കാറ്റഗറി ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫോർമാറ്റ് ചെയ്യുക. ഓക്കെ, so let's make it as drop down. Slicer setting, let's select drop down. Yeah, fine. Let's add a title, product
കാറ്റഗറി. ഓക്കെ ഫൈൻ. സോ ഈ ഒരു ടൈറ്റിൽ കൂടെ നമുക്ക് കൃത്യമായിട്ടൊരു പൊസിഷനിൽ അലൈൻ ചെയ്യാം. Let's make it here. Okay, now the product category visualization is also perfectly placed. So നമുക്ക് ഇവിടെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ടെക്നോളജി റിലേറ്റഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ വിഷ്വലൈസേഷൻസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും. സി ഇതുപോലെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചറിനനുസരിച്ചുള്ള ഒരു ഡേറ്റ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് കൺട്രി നമുക്ക് ഇതിൽ സേ ഓസ്ട്രേലിയ മാത്രം എടുക്കുകയാണെങ്കിൽ ഫർണിച്ചർ ഇൻ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കാറ്റഗറിയിലെ മാത്രം ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ പറയുന്ന വിഷ്വലൈസേഷൻസ് ഈസി ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന റോസ് ആൻഡ് കോളംസ് ഡേറ്റ സെറ്റ് ഈസി ആയിട്ട് വെറും വിഷ്വലൈസേഷൻസ് ത്രൂ നമുക്ക് ഈസി ആയിട്ട് ഇൻസൈറ്റ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദിസ് ഇസ് ദ പവർ ഓഫ് പവർ BI. ഇനി നമുക്ക് ഇതിനൊരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഗോ ടു ഇൻസേർട്ട്, സെലക്ട് ടെക്സ്റ്റ് ബോക്സ്. സോ ഈ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ഇവിടെ ടൈറ്റിൽ ആഡ് ചെയ്യാം. ഓൺലൈൻ സെയിൽസ് അനാലിസിസ്. ഓക്കെ, സെലക്ട് ദ ഫോണ്ട് സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ലെറ്റ്സ് മേക്ക് ഇറ്റ് 36. ഫൈൻ. ഇനി നമുക്കിതൊന്ന് ഈ ടെക്സ്റ്റ് ബോക്സിന്റെ സൈഡ്സും ഫോണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. Fine. Let's make it center line. Yes. ഇനി നമുക്കിതൊന്ന് ഡ്രാഗ് ചെയ്യാം. Okay. I think this is okay. Fine. Online sales analysis. And ഇതിന്റെ വിഷ്വൽസും കൂടെ നമുക്കൊന്ന് ബെറ്റർ ആക്കാം. Select the text box. See, click on effects. Background നമുക്ക് ഒന്നും കൂടെ ഒന്ന് ട്രാൻസ്പാരന്റ് ആക്കാം. നീഡ്. ഓക്കെ, ഐ തിങ്ക് നൗ ഇറ്റ്സ് ഓക്കെ. ഓൺലൈൻ സെയിൽസ് അനാലിസിസ്. യെസ്, ഓൺലൈൻ സെയിൽസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഡാഷ്ബോർഡ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു റിപ്പോർട്ട് വ്യൂവിലുള്ളതാണ് ഓൺലൈൻ സെയിൽസ് അനാലിസിസിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ പവർ BI സർവീസിലൂടെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതൊരു ഡാഷ്ബോർഡ് കൂടിയാവും. ഓൺലൈൻ സർവീസിൽ വഴി നമുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സിനെല്ലാം നമ്മുടെ ഡേറ്റ പവർ BI ഡാഷ്ബോർഡ് ഓർ റിപ്പോർട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ ഓൾസോ ഈസിലി പ്രസന്റ് ദ സെയിം. സോ ഒരുപാട് ഡേറ്റ, ഒരു ഓർഗനൈസേഷന്റെ ഒരുപാട് ബിസിനസ് ഡേറ്റ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഈ ഒരു വിഷ്വലൈസേഷൻസ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലയൻസിനും ഓർഗനൈസേഷനും വളരെ മീനിങ് ഇൻസൈറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ആയിട്ട് നമ്മുടെ ക്ലയൻസിനും ഓർഗനൈസേഷനും പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പവർ BIയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. That's for the day. Hope you got some idea about Microsoft Power BI. ഡേറ്റ അനലിറ്റിക്സ് ഇൻഡസ്ട്രിയിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ജോബ് റോളാണ് പവർ BI ഡേറ്റ അനലിസ്റ്റ് ഓർ പവർ BI ഡെവലപ്പർ എന്ന് പറയുന്നത്. So, as a data enthusiast, definitely explore more about Power BI. Stay tuned.